Good morning. Okay. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്താണ് അവിടെ മഴയൊക്കെ ഉണ്ട് എല്ലായിടത്തും? ഇല്ല. ഓക്കെ. ഇവിടെ പക്ഷെ നല്ല മഴയാണ്. ഓക്കെ. ഗുഡ് മോർണിംഗ്. തുടങ്ങിയാലോ? നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. ഒരു ആലപ്പുഴയിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലേ, ആളുടെ പേരെന്തായിരുന്നു? ഗോപിക എന്നാണോ പേര്? വീട്ടിലേക്ക് ഇങ്ങനെ മറഞ്ഞു വീണു എന്ന് പറഞ്ഞത് ആളുണ്ടോ? ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? അങ്കിളുടെ വീട്ടിലാണ് ഇപ്പൊ താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് ആ കുട്ടി ഉണ്ടോ ക്ലാസ്സില്? ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും മെഡിക്കൽ ടെർമിനോളജി എടുക്കാം, കയ്യിൽ ഒരു പേനയും കരുതാം കേട്ടോ. ഓക്കെ. എല്ലാവരും ഉഷാറാണോ? എന്താണ് ആരൊന്നും ഇല്ലാത്തത്? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ എല്ലാവരുടെയും? എന്താണ് ആർക്കൊരു ഉഷാറില്ലല്ലോ? ഓക്കെ. ഡോണ പറഞ്ഞു യെസ്. ഇന്ന് പൊതുവെ കുട്ടികൾ കുറവാണല്ലോ ക്ലാസ്സില്, 16 പേരുള്ളല്ലോ. ഇന്ന് കുട്ടികളുടെ സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ ആയതുകൊണ്ട് തിരക്കാണോ എല്ലാവർക്കും? ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് 90 വരെയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. 90 വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓട്ടോ വരെയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. റിലേറ്റിംഗ് ടു ഇയർ ആണ് അല്ലെ? ഓട്ടോളജി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഓട്ടോ ലാരിങ്കോളജിസ്റ്റ്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇയറുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ചെവിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് ഓട്ടോ എന്ന് പറയുന്നത്. വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് പേജിലോട്ട് നമുക്ക് പോകാം. നെക്സ്റ്റ് പേജിൽ 91 തൊട്ടാണ് കേട്ടോ. 91 തൊട്ട് എത്ര വരെയാണ്? 115 വരെയാണ് കേട്ടോ. 115 വരെയാണ് ആ പേജിനകത്ത് ഉള്ളത്. അപ്പൊ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ഇതൊക്കെയാണ് കേട്ടോ. ഓക്കെ, മാർക്ക് ചെയ്തോളൂ എല്ലാവരും. 92 മാർക്ക് ചെയ്തോളൂ കേട്ടോ. 92 മാർക്ക് ചെയ്യാം. 98 98 104 104 എല്ലാവരും മാർക്ക് ചെയ്യാം കേട്ടോ. 104 105 105 106 106 ഇത്രയും നമ്പേഴ്സുകൾ മാർക്ക് ചെയ്യാം കേട്ടോ. ഒന്നുകൂടെ പറയാം. 92 98 104 104 105 105 106 106 ഇത്രയും മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് വായിക്കാം. എല്ലാവരും മാർക്ക് ചെയ്തോ? ക്ലാസ്സിൽ ഇരുന്നവരെല്ലാവരും മാർക്ക് ചെയ്തോ? ഓക്കെ, വായിക്കാം കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് പാര എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ബിസൈഡ് എന്നുള്ള മീനിങ് ആണ് അല്ലെ? നമ്മൾ പറഞ്ഞില്ലേ പാരാതൈറോയിഡ് അല്ലെ? തൈറോയിഡിന് അരികിലായിട്ടുള്ളത് അല്ലെ? തൈറോയിഡിന്റെ തൊട്ടു പുറകിലുള്ള ഒരു ഗ്ലാൻഡ് ആണ് അല്ലെ? പാരാതൈറോയിഡ് എന്നല്ലേ നമ്മൾ പറയാം. അപ്പൊ പാര എന്ന് പറഞ്ഞ എന്താ ഇവിടെ മെഡിക്കൽ ടേമിന്റെ മീനിങ് എന്താണ്? ബിസൈഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അരികിൽ, അടുത്ത് എന്നുള്ള അർത്ഥം. അടുത്തതാണ് പാത്തോ. ഓ എന്ന വവ്വലാണ് സാധാരണ ചേർക്കുക. പാത്തോളജി എന്ന് പറഞ്ഞില്ലേ? ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഡിസീസ് അല്ലെ? രോഗങ്ങളുമായിട്ട്, അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് അല്ലെ? സോ പാത്തോ എന്ന് പറഞ്ഞ എന്താണ്? റിലേറ്റിംഗ് ടു ഡിസീസ്. നമ്മൾ പഠിച്ചൊരു വാക്കാണ് അല്ലെ? പാത്തോളജി അല്ലെ? സ്റ്റഡി ഓഫ് ദ ഡിസീസസ് അല്ലെ? രോഗങ്ങളെ കുറിച്ചുള്ള പഠനം എന്ന് പറയുമ്പോൾ രോഗങ്ങൾ മാത്രമല്ല, രോഗലക്ഷണങ്ങള് അല്ലെ? അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ, രോഗാണുക്കള്, രോഗകാരികള്, ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു പഠനമാണ് അല്ലെ? സോ പാത്തോ റിലേറ്റിംഗ് ടു
ഡിസീസ് എന്നർത്ഥം കേട്ടോ. അടുത്തതാണ് പെർ, PER, പെർ മീൻസ് ത്രൂ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ത്രൂ, ഓക്കെ, ത്രൂ എന്നർത്ഥം. പെരി, പെരി എന്താണ് മീനിങ് വരുന്നത്? എറൗണ്ട് എന്നാണ് കേട്ടോ, ചുറ്റും. നമ്മള് മാത്സിൽ പറയില്ലേ, നമ്മള് പെരിമീറ്റർ എന്നൊക്കെ അല്ലേ പറയാം, ചുറ്റളവ് അല്ലെ, ചുറ്റുമുള്ള അളവ് പെരിമീറ്റർ, എറൗണ്ട് അല്ലെ. അപ്പൊ അത് മെഡിക്കൽ ടേം അല്ല കേട്ടോ, എന്നാലും ഞാൻ ഓർക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. പെരി, പെരി എന്ന് പറയുന്നത് എറൗണ്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ, എറൗണ്ട്. ഓക്കെ, അടുത്തതാണ് ഫാഗോ. ഓ എന്ന വവ്വലാണ് സാധാരണ നമ്മൾ ചേർക്കാറുള്ളത് കേട്ടോ. ഫാഗോ, ഫാഗോ മീൻസ് റിലേറ്റിംഗ് ടു ഈറ്റ് എന്നാണ് കേട്ടോ, റിലേറ്റിംഗ് ടു ഈറ്റ്, കഴിക്കുന്നതുമായിട്ട് വിഴുങ്ങുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, ഫാഗോ, ഫാഗോ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഫാഗോസൈറ്റ്, ഫാഗോ മീൻസ് വിഴുങ്ങ, കഴിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു മീനിങ് ആണ്. സോ റിലേറ്റിംഗ് ടു ഈറ്റ് എന്നാണ് കേട്ടോ. അടുത്തതാണ് ഫാരിംഗോ. ഫാരിംഗോ നമ്മൾ പഠിച്ചതാണ്, ഫാരിങ്സ് അല്ലെ, റിലേറ്റിംഗ് ടു ത്രോട്ട് ഓർ ഫാരിങ്സ് കേട്ടോ. ത്രോട്ട് അല്ലെ, നമ്മുടെ തൊണ്ട, അല്ലെങ്കിൽ ഫാരിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ വോയിസ് ബോക്സ് ആണ് അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് അല്ലെ, ഫാരിംഗോ, ഫാരിംഗോളജിസ്റ്റ്, ഫാരിങ്സ് അല്ലെ. ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, ത്രോട്ടിന്റെ ഭാഗമാണ് നമ്മുടെ വോയിസ് ബോക്സ് അല്ലെ. സോ റിലേറ്റിംഗ് ടു ത്രോട്ട് ഓർ ഫാരിങ്സ് കേട്ടോ, ഫാരിംഗോ എന്നാണ് പറയാ. അടുത്തതാണ് ഫിലബോ. ഫിലബോ, ഫിലബോ എന്താണ്? റിലേറ്റിംഗ് ടു വെയിൻ ആണ് കേട്ടോ, വെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. നമ്മള് ലബോറട്ടറി പഠിച്ചപ്പോ ഫിലബോട്ടോമിസ്റ്റ് പഠിച്ചില്ലേ? ഫിലബോട്ടോമിസ്റ്റ് ആരാണ്? ഈ പറയുന്ന ബ്ലഡ് സാമ്പിളുകളൊക്കെ കളക്ട് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ ഫിലബോട്ടോമിസ്റ്റ് എന്നാണ് പറയാ അല്ലെ. അപ്പൊ ഫിലബോ, വെയിൻ, വെയിനാണ് നമ്മൾ കൂടുതൽ ബ്ലഡ് കളക്ട് ചെയ്യുന്ന എങ്ങനെ? വെയിനിലൂടെയാണ് അല്ലെ. അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ, റിലേറ്റിംഗ് ടു വെയിൻ ആണ് കേട്ടോ ഫിലബോ. ഓക്കെ, അടുത്തത് ന്യൂമോ. ഇവിടെ സ്പെല്ലിംഗിൽ ഒരു തിരുത്തുണ്ട് കേട്ടോ, സ്പെല്ലിംഗ് ഒന്ന് നോക്കണം. അവിടുത്തെ സ്പെല്ലിംഗിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, PHE എന്നാക്കണം കേട്ടോ, PHENUM. എച്ച് അവിടെ മിസ്സിംഗ് ആണ്, എച്ച് അവിടെ ചേർക്കണം കേട്ടോ, PH എന്നാക്കണം കേട്ടോ, PHENUM, എച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. ന്യൂമോ, ന്യൂമോ, ന്യൂമോണിയ ഒക്കെ നമ്മൾ പറയില്ലേ, ന്യൂമോ. ന്യൂമോ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റിംഗ് ടു ലെങ്ത്, എയർ ഓർ റെസ്പിറേഷൻ. നമ്മുടെ ശ്വാസകോശം അല്ലെങ്കിൽ നമ്മുടെ എയർ, റെസ്പിറേഷൻ, ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം. ന്യൂമോണിയ ഏതിനെ ബാധിക്കുന്ന അസുഖമാണ്? ന്യൂമോണിയ എന്ന് പറയുന്നത് ഏതിനെ ബാധിക്കുന്ന അസുഖമാണ്? ലങ്സിനെ ബാധിക്കുന്ന അസുഖമാണ് അല്ലെ, ശ്വാസകോശത്തിനെ ബാധിക്കുന്ന അസുഖമാണ് ന്യൂമോണിയ. സോ ന്യൂമോ, ന്യൂമോ എന്ന വാക്ക് റിലേറ്റിംഗ് ടു ലെങ്ത്, എയർ ഓർ റെസ്പിറേഷൻ. അടുത്തതാണ് പോളി. പോളി എന്ന് പറഞ്ഞ എന്തർത്ഥം? മൾട്ടി അല്ലെ, നമ്മൾ പറയില്ലേ പോളി ക്ലിനിക് അല്ലെ. പോളി മീൻസ് ഒന്നിൽ കൂടുതൽ എന്നുള്ള അർത്ഥമാണ് അല്ലെ, മൾട്ടി എന്നുള്ള മീനിങ് ആണ് കേട്ടോ, മൾട്ടി. അടുത്തത് പോസ്റ്റ്. പോസ്റ്റ് എന്താണ് മീനിങ്? എന്താണ്? ആഫ്റ്റർ അല്ലെങ്കിൽ ബിഹൈൻഡ് എന്നൊക്കെയുള്ള നമ്മൾ പറയില്ലേ, പോസ്റ്റ് ഗ്രാജുവേഷൻ. ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഗ്രാജുവേഷനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലേ പറയാം. ഓക്കെ, അപ്പൊ പോസ്റ്റ് എന്ന് പറയുന്നത് ആഫ്റ്റർ അല്ലെങ്കിൽ ബിഹൈൻഡ് എന്നൊക്കെയുള്ള മീനിങ് കേട്ടോ. അടുത്തതാണ് പ്രീ. പ്രീയുടെ അർത്ഥം എന്താണ്? ബിഫോർ എന്നുള്ള അർത്ഥമാണ് അല്ലെ. പ്രീ, പ്രീ മീൻസ് ബിഫോർ, അറിയാലോ. ഓക്കെ, പ്രീ ഡിഗ്രി എന്നൊക്കെ നമ്മൾ പറയില്ലേ, മെഡിക്കൽ ടേം അല്ല, പ്രീ ഡിഗ്രി നമുക്ക് ഡിഗ്രിക്ക് മുമ്പാണ് അല്ലെ. ഓക്കെ അമിന, ഗുഡ് മോർണിംഗ്. അടുത്തതാണ് പ്രോ. പ്രോ എന്ന് പറയുന്ന മീനിങ് എന്താണ്? ബിഫോർ അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ബിഫോർ അഥവാ ഇൻ ഫ്രണ്ട് ഓഫ് കേട്ടോ. പ്രോ, പ്രോ എന്നുള്ള മീനിങ് ആണ് കേട്ടോ, ബിഫോർ അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് എന്നുള്ള മീനിങ്. അടുത്തതാണ് പ്രോക്ട്. ഓയാണ് സാധാരണ നമ്മൾ ചേർക്കുന്ന വാക്ക് കേട്ടോ. പ്രോക്ടോ, പ്രോക്ടോ മീൻസ് റിലേറ്റീവ് ടു ദ റെക്റ്റമാണ് കേട്ടോ. റെക്റ്റം, റെക്റ്റം ഏത് ഭാഗമാണ്? ഏത് ഭാഗമാണ്? മലാശയം എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. നമുക്കറിയാം വൻകുടലിന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ അതിന്റെ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ പറഞ്ഞിരുന്നു അല്ലെ. ഗാസ്ട്രോ എന്ററോളജി പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, വൻകുടലിന്റെ ഭാഗങ്ങള് സീക്കം, കോളൻ, റെക്റ്റം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. റെക്റ്റം എന്ന് പറയുന്നത് എന്താണ്? മലാശയമാണ് കേട്ടോ. സോ പ്രോക്ട്, പ്രോക്ടോ എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു ദ റെക്റ്റമാണ് കേട്ടോ. റെക്റ്റമാണ് എന്നാണ്. റെക്റ്റം എന്താണെന്ന് അറിയാലോ, വൻകുടലിന്റെ അവസാന ഭാഗം കേട്ടോ. ഓക്കെ, അടുത്തതാണ് സ്യൂഡോ. എന്താണ് സ്യൂഡോ? സ്യൂഡോ മീൻസ് എന്താണ്? ഫേക്ക് എന്നാണ് കേട്ടോ. ഫേക്ക് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ തിരുത്തിയിട്ടുണ്ടാവും. ഫേക്ക് എന്നാണ് കേട്ടോ, വ്യാജമായത്. സ്യൂഡോ മീൻസ് തെറ്റായത്, വ്യാജമായത് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഫേക്ക് ആണ് കേട്ടോ, ഫേക്ക്, ഫേക്ക്.
ഓക്കെ, വ്യാജം എന്നുള്ള അർത്ഥം. സൈക്കോ, സൈക്കോ എളുപ്പമാണ്, അറിയാലോ. നമ്മൾ പറയുന്നത് പുതിയ സൈക്കോ ആണ് എന്നൊക്കെ പറയല്ലേ. സൈക്കോ മീൻസ് എന്താണ്? റിലേറ്റിംഗ് ടു ദ മൈൻഡ് അല്ലെ, സൈക്കോളജി അല്ലെ, മനസ്സുമായിട്ട് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. പൾമണോ, പൾമോ, പൾമണോളജി പഠിച്ചതല്ലേ. പൾമണോളജി, പൾമോ എന്നൊക്കെ പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, റിലേറ്റിംഗ് ടു ദ ലെങ്സ് ആണ് അല്ലെ, ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, റിലേറ്റിംഗ് ടു ലെങ്സ്. അടുത്തത് പെർ ആണ് കേട്ടോ, PUR, പെർ. പെർ മീൻസ് എന്താണ്? റിലേറ്റിംഗ് ടു പസ്. പസ് മീൻസ് പഴുപ്പ്, വ്രണം എന്നൊക്കെ പറയില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് കേട്ടോ, റിലേറ്റിംഗ് ടു പസ് എന്നാണ്. അടുത്തത് ഫൈലോ. ഫൈലോ, ഫൈലോ മീൻസ് റിലേറ്റിംഗ് ടു കിഡ്നി ഓർ പെൽവിസ് ആണ് കേട്ടോ, റിലേറ്റിംഗ് ടു കിഡ്നി, കിഡ്നി അല്ലെങ്കിൽ പെൽവിസ്. ഓക്കെ, പെൽവിസ് നമ്മുടെ ഈ ഒരു നടുഭാഗം, ഈ ഒരു ഭാഗമാണ് കേട്ടോ, നമ്മുടെ ബാക്ക് ഒരു ഭാഗമാണ് പെൽവിസ് കേട്ടോ, റിലേറ്റിംഗ് ടു കിഡ്നി ഓർ പെൽവിസ് കേട്ടോ. നെക്സ്റ്റ് പയോ. പയോ നമ്മൾ ഫൈലോ പറഞ്ഞല്ലോ, ഫൈലോ. ഫൈലോ എന്താണ്? റിലേറ്റിംഗ് ടു കിഡ്നി ഓർ പെൽവിസ് ആണ്. പൈലോ, പയോ, പയോ എന്ന് വരികയാണെങ്കിൽ റിലേറ്റിംഗ് ടു പസ്. പസ്സുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു വാക്ക് കൂടെ നമ്മൾ പറഞ്ഞു, പറും പറഞ്ഞു കേട്ടോ, PUR, പെർ. അതുകൂടാണ് പയോ, PY. ഓയാണ് സാധാരണ ചേർക്കണം വവ്വല് കേട്ടോ, റിലേറ്റിംഗ് ടു പസ് തന്നെയാണ്, പസ്സുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. കോഡ്രി, കോഡ്രി അവിടെ പൊതുവെ നമ്മൾ ചേർക്കാനുള്ള വവ്വല് I ആണ് കേട്ടോ, കോഡ്ര അല്ലെ. നമ്മൾ ഡൈ, ബൈ എന്ന് പറയുമ്പോൾ 2 ആണ്, ട്രൈ എന്ന് പറയുമ്പോൾ 3 ആണ്, അറിയാലോ. അപ്പൊ കോഡ്ര, കോഡ്രി എന്ന് പറയുമ്പോൾ 4 ആണ് കേട്ടോ, 4. ക്വാർ, ക്വാർ മീൻസ് 4 ആണ്. ക്വാർട്ട് എന്ന് പറഞ്ഞാലും 4 ആണ് കേട്ടോ, 4 ആണ്. നെക്സ്റ്റ് വരുന്നത് റീട്രോ. റീട്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ക്വേർഡ് ഓർ ബിഹൈൻഡ് എന്നർത്ഥം അല്ലെ, ബാക്ക്വേർഡ് പുറകിലോട്ട്, ബിഹൈൻഡ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. റിട്രോ, റിട്രോ ആക്റ്റീവ്. റീട്രോ മീൻസ് ബാക്ക്വേർഡ് ഓർ ബിഹൈൻഡ്. റൈനോ, റൈനോ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിലേറ്റിംഗ് ടു നോസ് അല്ലെ, മൂക്ക്. റൈനോപ്ലാസ്റ്റി അല്ലെ, നമ്മൾ പ്ലാസ്റ്റിക് സർജറിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, റൈനോപ്ലാസ്റ്റി. അതായത് നമ്മൾ മൂക്കുമൊക്കെ നടത്തുന്ന സർജറികളെ പൊതുവെ നമ്മൾ റൈനോപ്ലാസ്റ്റി, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് സർജറിക്ക് നമ്മൾ റൈനോപ്ലാസ്റ്റി. റൈനോ എന്ന് പറയുമ്പോൾ റിലേറ്റിംഗ് ടു ദ നോസ് ആണ് കേട്ടോ, നോസുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. ക്ലിപ്പിംഗോ, ക്ലിപ്പിംഗോ, ക്ലിപ്പിംഗ്. ക്ലിപ്പിംഗ് എന്ന് പറയുന്നത് റിലേറ്റീവ് ടു എ ട്യൂബ് ആണ് കേട്ടോ, ട്യൂബുമായിട്ട് ബന്ധപ്പെട്ടത്. സ്ലീപ്പിംഗ്, ഓയാണ് സാധാരണ നമ്മൾ ചേർക്കുന്ന വവ്വലാണ്. അതായത് നമ്മൾ ഉറക്കം എന്നുള്ള അർത്ഥമല്ല, ഇവിടെ മെഡിക്കൽ ടേം ആണ്, റിലേറ്റീവ് ടു എ ട്യൂബ് കേട്ടോ, ട്യൂബ്, ഒരു ട്യൂബുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് കേട്ടോ, സ്ലീപ്പിംഗ്. ഓക്കെ, സ്ലീപ്പിംഗ് O എന്നാണ് പൊതുവെ ചേർക്കുന്ന വവ്വൽ. ഓക്കെ, അപ്പൊ നമ്മളതിൽ മാർക്ക് ചെയ്തത് 92, 98, 104, 105 ആൻഡ് 106. ഓക്കെ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് പേജിലോട്ട് നമുക്ക് കടക്കാം കേട്ടോ, അടുത്ത പേജിലോട്ട് നമുക്ക് കടക്കാം. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് 116 തൊട്ട് 127 വരെയുള്ള പ്രിഫിക്സുകളാണ് കേട്ടോ. 116 തൊട്ട് 127 വരെയാണ്. മാർക്ക് ചെയ്തോളൂ കേട്ടോ, മാർക്ക് ചെയ്തോളൂ. 117 കേട്ടോ, 117 മാർക്ക് ചെയ്യാം. 117, 117. 122, 122 മാർക്ക് ചെയ്യാം കേട്ടോ, 122, 125 കേട്ടോ. 125, 125. ഒന്നുകൂടെ പറയാം, 117, 122, 125. മാർക്ക് ചെയ്തോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വായിക്കാം കേട്ടോ. ആദ്യത്തെ ഇവിടെ ഒരു ക്ലിസ്റ്റ് ഉണ്ട് കേട്ടോ, സ്ക്ലീറോ എന്നാണ് കേട്ടോ, D അല്ല S ആണ്. ഓക്കെ, D അല്ല S ആണ് കേട്ടോ, സ്ക്ലീറോ, സ്ക്ലീറോ എന്നാണ് കേട്ടോ, സ്ക്ലീറോ. സ്ക്ലീറോ മീൻസ് അർത്ഥം ഹാർഡ് അല്ലെങ്കിൽ റിലേറ്റിംഗ് ടു ദ സ്ക്ലീറ കേട്ടോ, ഹാർഡ് എന്നുള്ള അർത്ഥമുണ്ട്, ദൃഢമായത്. അതുപോലെ റിലേറ്റിംഗ് ടു ദ സ്ക്ലീറ. സ്ക്ലീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കണ്ണിന്റെ ഏറ്റവും പുറമേയുള്ള ആ ഒരു ആവരണമാണ് കേട്ടോ, സ്ക്ലീറ എന്ന് പറയുന്നത്. ദൃഢപടലം എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. ഓക്കെ, നമ്മുടെ കണ്ണിന്റെ ആ ഒരു പുറമേയുള്ള ഭാഗമാണ്. നമുക്ക് നമ്മുടെ കണ്ണിന് 3 ലെയറുകളൊക്കെ ഉണ്ട്, സ്ക്ലീറ, അതായത് ദൃഢപടലം, രക്തപടലം, റെറ്റിന എന്നൊക്കെ പറഞ്ഞ 3 ഭാഗങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് സ്ക്ലീറ എന്ന് പറയുന്നത് കേട്ടോ. ദൃഢമായിട്ടുള്ള ദൃഢപടലം, ദൃഢം, അതാണ് ഹാർഡ് എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ, റിലേറ്റിംഗ് ടു ദ സ്ക്ലീറ. ഓക്കെ, സെമി, സെമി അറിയാലോ, സെമി ഫൈനൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്?
ഹാഫ് ഓർ പാർഷ്യൽ ഉള്ള അർത്ഥം അല്ലെ, പകുതി, ഭാഗികമായത് അല്ലെ, ഹാഫ് ഓർ പാർഷ്യൽ. അടുത്തത് സബ്. സബ് എന്താണ് മീനിങ്? അണ്ടർ അല്ലെങ്കിൽ സംവാട്ട് എന്നൊക്കെയുള്ള അർത്ഥം. സബ് സ്പെഷ്യാലിറ്റി, മെയിൻ ആളുടെ അണ്ടറിൽ വരുന്നത് അല്ലെ, സബ് സ്പെഷ്യാലിറ്റി, സബ് അണ്ടർ അല്ലെങ്കിൽ സംവാട്ട് എന്നൊക്കെയുള്ള മീനിങ്. അടുത്തത് സൂപ്പർ. സൂപ്പർ എന്താണ് അർത്ഥം? എബവ്. എബവ് അബണ്ടന്റ് അല്ലെ, എബവ് മുകളിൽ, അബണ്ടന്റ് സമൃദ്ധമായത്, മോർ ദാൻ നോർമൽ, നോർമലിനേക്കാളും കൂടുതൽ അല്ലെ, മോർ ദാൻ നോർമൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലെ. സുപ്ര. സുപ്ര മീൻസ് എബവ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സുപ്ര, സുപ്ര സുപ്ര കേട്ടോ, സുപ്ര മീൻസ് എബവ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ, എബവ്. ഓക്കെ. ടക്കി. ടക്കി എന്താണ്? സ്പീഡി എന്നുള്ള അർത്ഥമാണ്. ടക്കി കാർഡിയ എന്നൊക്കെ പറയും. ടക്കി കാർഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിന്റെ റേറ്റ് സാധാരണത്തെക്കാളും സ്പീഡാവുന്ന അവസ്ഥയാണ് കേട്ടോ. ടെക്കി കാർഡിയ എന്നൊക്കെ നമ്മൾ പറയും. ആ ടെക്കി എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരണം സ്പീഡി എന്നാണ് അതിനർത്ഥം കേട്ടോ. ടെക്കി കാർഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സാധാരണ ഹൃദയത്തിന്റെ റേറ്റ് ഭയങ്കര സ്പീഡാവുന്ന ഒരവസ്ഥ, നോർമലി ഉള്ളതിനേക്കാളും വളരെ വേഗത്തിൽ ഹാർട്ട് പിടിക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. ഓക്കെ. ടേം. ടേം അറിയാലോ. ടേം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ. തെർമോമീറ്റർ അല്ലെ, നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് അല്ലെ, തെർമോമീറ്റർ. അപ്പൊ എന്താണ്? ടേം. ടേം ഒക്കെ പറയുമ്പോൾ റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ ആണ്. തൊറാക്ക്. തൊറാക്ക്, തൊറാക്കോ, ഓ എന്ന വമ്പനാണ് ചേർത്ത്. തൊറാക്ക് മീൻസ് റിലേറ്റിംഗ് ടു ദ ചെസ്റ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, കാർഡിയോ തൊറാസിക് സർജറി. തൊറാസിക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ചെസ്റ്റിന്റെ ഭാഗമാണ് അല്ലെ. നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിക്കകത്ത് വരുന്ന എല്ലാ ഓർഗൻസിനെയും അതുമായിട്ട് ബന്ധപ്പെട്ട സർജറിയിൽ നമ്മൾ എന്താ പറയാ? അത് തന്നെ കറക്റ്റ് ആണ് കേട്ടോ, തൊറാസിക് ക്യാവിറ്റി. അത് തന്നെ തൊറാക്ക് മീൻസ് ചെസ്റ്റ് ആണ് കേട്ടോ, റിലേറ്റീവ് ടു ദ ചെസ്റ്റ്. അടുത്തത് ട്രാൻസ്. ട്രാൻസ് എന്ന് പറയുമ്പോൾ ടു ദ അതർ സൈഡ് ഓഫ് എന്ന അർത്ഥമാണ്. ടു ദ അതർ സൈഡ് ഓഫ് കേട്ടോ, മറ്റേ പുറം, മറുവശം എന്നൊക്കെയുള്ള അർത്ഥമാണ്. ടു ദ അതർ സൈഡ് ഓഫ്. ട്രൈ അറിയാലോ, ട്രീ ആണ്. ഓക്കെ. യൂണി. യൂണി എന്താണ്? വൺ അല്ലെ. ഓക്കെ, വൺ, യൂണി. അടുത്തത് വാസോ എന്നാണ് കേട്ടോ. വാസോ. വാസോ മീൻസ് വെസൽ എന്നർത്ഥം കേട്ടോ. വെസൽ, വാസോ അല്ലെ, വാസ്കുലാർ, വാസോ എന്നൊക്കെ പറയുമ്പോൾ വെസലാണ് കേട്ടോ. ഓക്കെ. ഇതോട് കൂടിയിട്ട് നമ്മുടെ പ്രിഫിക്സ് അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മൾ 127 പ്രിഫിക്സുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതിനകത്ത് മാർക്ക് ചെയ്തത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സഫിക്സിലോട്ട് കിടക്കാം കേട്ടോ. അടുത്ത ഭാഗം സഫിക്സ് ആണ്. സഫിക്സ് തുടങ്ങാൻ നമുക്ക് കോമൺ സഫിക്സ് ആ പേജിനകത്തുള്ളത് 1 മുതൽ 8 വരെയാണ് കേട്ടോ. 1 to 8 വരെയാണ്. മാർക്ക് ചെയ്തോളൂ കേട്ടോ. മാർക്ക് ചെയ്യാം. 1 മാർക്ക് ചെയ്തോളൂ. ഒന്നാമത്തെ മാർക്ക് ചെയ്യാം കേട്ടോ. 1, 4 നാലാമത്തെ കേട്ടോ, 4, 6 കേട്ടോ, ആറാമത്തെ മാർക്ക് ചെയ്യാം, 6. then 8 മാർക്ക് ചെയ്തോളൂ. 8 എട്ടാമത്തെ. ഒന്നുകൂടെ പറയാണ്, 1, 4, 6, 8. വായിക്കാം കേട്ടോ. ഫസ്റ്റ് വരുന്നത് ആഴ്ചയ എന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്നത് സഫിക്സ് ആണ് കേട്ടോ. അപ്പൊ സഫിക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത് എൻഡിങ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം ആണ് അല്ലെ. നമ്മൾ ഒരു മെഡിക്കൽ ടേമിന്റെ എൻഡിങ് പാർട്ടിൽ അവസാന ഭാഗം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സഫിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സഫിക്സ് പൊതുവെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഫ്രണ്ടിലാണ് നമ്മൾ ഹൈഫൺ ഇട്ടിട്ട് അല്ലെ, അവിടെ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു ഹൈഫൺ വന്നിട്ടാണ് സഫിക്സ്. ആ ഫ്രണ്ടിലെ ഹൈഫൺ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മെഡിക്കൽ ടേമില് കുറെ വാക്കുകളൊക്കെ കഴിഞ്ഞ അവസാനമായിട്ടുള്ള ആളാണ് സഫിക്സ് ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ അതിന് മുമ്പ് ഉണ്ടായിരുന്ന വാക്കുകളെ സൂചിപ്പിക്കാനായിട്ടാണ് അവിടെ ഹൈഫൺ ഇട്ടേക്കുന്നത്. മുമ്പിലാണ് ഹൈഫൺ വരാം. അതേസമയം പ്രിഫിക്സ് എങ്ങനെയായിരുന്നു? പ്രിഫിക്സ് ബിഗിനിങ് പാർട്ടാണ്. സോ അത് കഴിഞ്ഞിട്ടാണ് ഹൈഫൺ വരാം. അതിനെ തുടർന്ന് കുറെ ആളുകൾ വരാനുണ്ട് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. സഫിക്സ് അവസാന ഭാഗമായതുകൊണ്ട് തന്നെ മുമ്പിലായിരിക്കും ഹൈഫൺ വരിക കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ആൾജിയ. ആൾജിയ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? റിലേറ്റിംഗ് ടു പെയിൻ എന്നാണ് കേട്ടോ. വേദനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മയാൾജിയ എന്നൊക്കെ പറയും. മയാൾജിയ എന്ന് പറയുന്നത് മസിൽ പെയിൻ ആണ് കേട്ടോ. മസ്കുലർ പെയിൻ ആണ്. അപ്പൊ ആൾജിയ എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിലേറ്റിംഗ് ടു പെയിൻ ആണ് കേട്ടോ. വേദനയുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. അടുത്തതാണ് എസ്പെനോ. എന്താണ്? എസ്പെനോ. ഓയാണ് സാധാരണ ചേർക്കുന്ന വാക്ക്. ഫീബിൾനെസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ.
ബലഹീനത എന്നൊക്കെ അർത്ഥമാണ്. ഫീബിൾനെസ് എന്ന് പറഞ്ഞാല് ബലഹീനത കേട്ടോ. ഓക്കെ, അടുത്തതാണ് ബ്ലാസ്റ്റ്. എന്താണ് ബ്ലാസ്റ്റ്? ബ്ലാസ്റ്റ് മീൻസ് ഇൻമെച്യൂർ സെൽ എന്നർത്ഥം കേട്ടോ. ഇൻമെച്യൂർ സെല്ല്. ഓക്കെ, ഇൻമെച്യൂർ സെല്ല് കേട്ടോ. പ്രത്യേകിച്ച് എന്താണ് നമ്മള് എറിത്രോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ലിംഫോബ്ലാസ്റ്റ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എറിത്രോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻമെച്യൂർ ആയിട്ടുള്ള RBC എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എറിത്രോസൈറ്റ് എന്തിന്റെയാണ്? RBCയുടെ സയന്റിഫിക് നെയിം ആണ് അല്ലെ. സോ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് ഇൻമെച്യൂർ സെൽ എന്നാണ് കേട്ടോ. അടുത്തതാണ് സിലി. ഇതാണ് സിലി കേട്ടോ. CELE സിലി. സിലി മീൻസ് റിലേറ്റിംഗ് ടു എ ട്യൂമർ ഓർ സ്വെല്ലിംഗ് ആണ് കേട്ടോ. റിലേറ്റീവ് ടു എ ട്യൂമർ. ട്യൂമർ അല്ലെങ്കിൽ സ്വെല്ലിംഗ്. സ്വെല്ലിംഗ് അറിയാലോ, ഇൻഫ്ലമേഷൻ, നീർമത, വീക്കം, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ എൻഡറോസീലി എന്നൊക്കെ പറയും. എൻഡറോസീലി എന്ന് പറഞ്ഞാൽ എൻഡറോ എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കുടലുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ എൻഡറോസീലി എന്നൊക്കെ പറയുമ്പോൾ ഇൻഡസ്റ്റൈനൽ ഹെർണിയക്കൊക്കെ പറയുന്നതാണ്. എൻഡറോസീലി എന്നാണ് പറയാ. ഇൻഡസ്റ്റൈനൽ എന്താ പറയാ ഹെർണിയൊക്കെ വരും. ഹെർണിയ എന്ന് പറയുന്നത് ഒരു തരം സ്വെല്ലിംഗ് ആണ്. ഓക്കെ, ഒരു ഗ്രോത്ത് പോലെ ഒരു സ്വെല്ലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ സീലി എന്ന വാക്ക് റിലേറ്റഡ് ടു എ ട്യൂമർ ഓർ സ്വെല്ലിംഗ് ആണ്. അടുത്തതാണ് സെന്റിസിസ്. എന്താണ് സെന്റിസിസ്? സെന്റിസിസ് ഇപ്പൊ നമ്മള് ആർത്രോസെന്റിസിസ്, ഹീലിയോസെന്റിസിസ് എന്നൊക്കെ പറയും കേട്ടോ. സെന്റിസിസ് എന്ന് പറയുന്ന മീനിങ് ഇതാണ്: റിലേറ്റിംഗ് ടു എ പ്രൊസീജിയർ ഇൻ വിച്ച് an organ or body cavity is punctured often to drain the surplus fluid or get a sample for analysis. ഇതാണ് പറയുന്നത് റിലേറ്റിംഗ് ടു എ പ്രൊസീജിയർ ഇൻ വിച്ച് an organ or body cavity is punctured. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഓർഗൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ക്യാവിറ്റി, ബോഡി നമ്മളൊരു പങ്ക്ചർ ചെയ്യാണ്, ഒരു കുത്ത് അല്ലെങ്കിൽ ഒരു ഇൻസിഷൻ ഉണ്ടാക്കുകയാണ്. പങ്ക്ചർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? കുത്ത് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ ചെറുതായിട്ടൊന്ന് പങ്ക്ചർ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്പൺ ടു ഡ്രെയിൻ സർപ്ലസ് ഫ്ലൂയിഡ് ഓർ ഗെറ്റ് എ സാമ്പിൾ ഫോർ അനാലിസിസ്. സാധാരണ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഫ്ലൂയിഡുകൾ ഡ്രെയിൻ ചെയ്യാനായിട്ട് അല്ലെ, ഡ്രെയിൻ ചെയ്തെടുക്കുന്ന നമ്മുടെ ബോഡി ക്യാവിറ്റിക്കകത്ത് എന്തെങ്കിലും ഫ്ലൂയിഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ ഡ്രെയിൻ ചെയ്തെടുക്കാൻ, സക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട് നമ്മൾ പങ്ക്ചർ ചെയ്യും. ഒരു ചെറിയൊരു ഇൻസിഷൻ പോലെ ഉണ്ടാക്കിയിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ സെന്റിസിസ് എന്ന് പറയുന്നത് കേട്ടോ. അതല്ല ടു ഡ്രെയിൻ സർപ്ലസ് ഫ്ലൂയിഡ് ഓഫ് ഗെറ്റ് എ സാമ്പിൾ ഫോർ അനാലിസിസ്. എന്തെങ്കിലും ലബോറട്ടറി അനാലിസിസിനൊക്കെ വേണ്ടിയിട്ട് സാമ്പിൾ ഒക്കെ ഡ്രെയിൻ ചെയ്തെടുക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് സെന്റിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവസാനം സൈറ്റ്. CYT സൈറ്റ് എന്താണ്? സെല്ല്. എറിത്രോസൈറ്റ് പഠിച്ചില്ലേ നമ്മള്? ല്യൂക്കോസൈറ്റ് അല്ലെ, WBC അതൊക്കെ ബ്ലഡ് സെല്ലുകളാണ് അല്ലെ. സൈറ്റ് CYT സൈറ്റ് എന്താണ്? സെല്ല് എന്നർത്ഥം കേട്ടോ. സെല്ല്, കോശം അല്ലെ. എറിത്രോസൈറ്റ്, ല്യൂക്കോസൈറ്റ്, ലിംഫോസൈറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഓക്കെ, അടുത്തതാണ് എക്ടമി. എന്താണ് എക്ടമി? എക്ടമി എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? സർജിക്കൽ റിമൂവൽ ഓഫ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ട്യൂബക്ടമി, ട്യൂബക്ടമി അല്ലെ, ട്യൂബക്ടമി, വാസക്ടമി അല്ലെ. എക്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? സർജിക്കൽ റിമൂവൽ ഓഫ്. നമ്മൾ പൊതുവെ അന്ത്യഗർഭ ശസ്ത്രക്രിയകളാണ് അല്ലെ ട്യൂബക്ടമി, വാസക്ടമി എന്നൊക്കെ പറയുന്നത് അല്ലെ. പുരുഷന്മാരിലെ ചെയ്യണമെങ്കിൽ വാസക്ടമി, സ്ത്രീകളിൽ ചെയ്യുമ്പോൾ ട്യൂബക്ടമി, എക്ടമി, സർജിക്കൽ റിമൂവൽ എന്നർത്ഥം കേട്ടോ. ഓക്കെ, അടുത്തതാണ് എനിയ അല്ലെ. എനിയ എന്ന് പറയുന്നത് എന്താണ് മീനിങ്? റിലേറ്റിംഗ് ടു ദ പ്രസൻസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ദ ബ്ലഡ്. അത്രയേ ഉള്ളൂ. ബ്ലഡിലെ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ സാന്നിധ്യമാണ് നമ്മളവിടെ എനിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഗ്ലൈസീമിയ, ഗ്ലൈസീമിയ, എനിയ, ഗ്ലൈസീമിയ എന്നൊക്കെ പറയുന്നത് എന്താണ്? റിലേറ്റിംഗ് ടു ദ ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ്. ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ പ്രസൻസിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. എനിയ എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു ദ പ്രസൻസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ദ ബ്ലഡ്. ബ്ലഡിലെ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ സാന്നിധ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് കേട്ടോ എനിയ. ഓക്കെ, ഗ്ലൈസീമിയ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ എന്താണ്? പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ് എന്നാണ് അർത്ഥം. ഓക്കെ, ക്ലിയർ ആയോ? മാർക്ക് ചെയ്യുന്ന നമ്പേഴ്സ് 1, 4, 6 അതുപോലെ തന്നെ 8 കേട്ടോ. 4 എണ്ണം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് കടക്കാം കേട്ടോ. അടുത്ത പേജിലോട്ട് പോവാണ്. നെക്സ്റ്റ് പേജില് 9 തൊട്ട് 9 തൊട്ട് 29 വരെയാണുള്ളത് കേട്ടോ. 29 വരെയാണുള്ളത് കേട്ടോ. 9 to
29 വരെയുണ്ട്. അപ്പൊ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ഇതൊക്കെയാണ്. 10 മാർക്ക് ചെയ്തോളൂ കേട്ടോ. 10ാമത്തെ മാർക്ക് ചെയ്യാം. 10, 11 മാർക്ക് ചെയ്യാം കേട്ടോ. 11, 12, 12, 15, 15, 15, 23, 23 കേട്ടോ. 23, 24, 24, 25, 25 മാർക്ക് ചെയ്യാം കേട്ടോ. Then 27, 27. ഓക്കെ, ഒന്നുകൂടെ വായിക്കുകയാണ്. 10, 11, 12, 15, 15, 23, 24, 25, 27. ഇത്രയും മാർക്ക് ചെയ്യാം കേട്ടോ. മാർക്ക് ചെയ്തോ? വായിക്കാം. ഫസ്റ്റത്തെ ജെനിക് എന്നാണ് കേട്ടോ. ജെനിക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? റിസൾട്ടിങ് എന്നുള്ള അർത്ഥമാണ്. നമ്മൾ പറയില്ലേ കാർസിനോജനിക്, പഠിച്ചില്ലേ? കാർസിനോജനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻസർ കോസിങ് ഏജൻസ് ആണ് അല്ലെ. ഏജൻസ് ദാറ്റ് റിസൾട്ടിങ് ഇൻ ടു ക്യാൻസർ ആണ് അല്ലെ. ചില എന്താ പറയാ ക്യാൻസർ ഉണ്ടാക്കുന്നതാണെങ്കിൽ ക്യാൻസർ ആണ് അതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സബ്സ്റ്റൻസുകൾ നമ്മൾ എന്താ പറയാ? കാർസിനോജൻ അല്ലേ പറയാം. അപ്പൊ കാർസിനോജനിക്, ജെനിക് എന്ന് പറയുമ്പോൾ ജെനിക് മീൻസ് റിസൾട്ടിങ് എന്നുള്ള അർത്ഥമാണ്. കാർസിനോജനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഏജൻസ് ദാറ്റ് എന്താ പറയാ ആക്ഷൻ ദാറ്റ് റിസൾട്ടിങ് ക്യാൻസർ ആയിരിക്കും അല്ലെ. അതാണ് ജെനിക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം റിസൾട്ടിങ് എന്നാണ് കേട്ടോ. അടുത്തതാണ് ഗ്രാം. ഗ്രാം നമ്മൾ പറയില്ലേ ECG അല്ലെ, ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം, ഇലക്ട്രോമയോഗ്രാം എന്നൊക്കെ പറയും. ഗ്രാം എന്ന് പറഞ്ഞ എന്താണ്? റെക്കോർഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. റെക്കോർഡ്. ഓക്കെ, ഗ്രാം മീൻസ് റെക്കോർഡ്. പലതവണ ചോദിച്ചതാണ് കേട്ടോ. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. ഗ്രാം എന്താണ്? റെക്കോർഡ്. അടുത്തത് ഗ്രാഫ്. ഗ്രാഫിനും അർത്ഥം റെക്കോർഡ് എന്നർത്ഥമുണ്ട് കേട്ടോ. റെക്കോർഡ് എന്നർത്ഥമുണ്ട്. അത് കൂടാതെ ഡിവൈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദ റെക്കോർഡ്. അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് ഡിവൈസിന് എന്താണ് പറയാ? ഗ്രാഫ് എന്നാണ് പറയാ കേട്ടോ. ഗ്രാം എന്ന് പറഞ്ഞാൽ റെക്കോർഡ് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഇലക്ട്രോ കാർഡിയോഗ്രാം, ഇലക്ട്രോ എൻസെഫലോഗ്രാം, ഓക്കെ, അതുപോലെ ആൻജിയോഗ്രാം. ഗ്രാം എന്നല്ലേ റെക്കോർഡാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രാഫ് എന്ന് പറയുമ്പോഴും റെക്കോർഡിനുള്ള മീനിങ് ഉണ്ട്. അതുകൂടാണ്ട് ഡിവൈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദ റെക്കോർഡ്. ആ റെക്കോർഡ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിനെ നമ്മൾ എന്താ പറയാ? ഗ്രാഫ് എന്നാണ് പറയാ. റെക്കോർഡ് എന്നും പറയാം, ആ ഉപകരണത്തിന് നമുക്ക് ഗ്രാഫ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തതാണ് ഐറ്റിസ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. എന്താണ്? സ്വെല്ലിംഗ് ആണ് അല്ലെ, ഇൻഫ്ലമേഷൻ. നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ഹെപ്പറ്റൈറ്റിസ് അല്ലെ, ഹെപ്പറ്റൈറ്റിസ് നമ്മൾ പറഞ്ഞതാണ്. ആർത്രൈറ്റിസ്, ഐറ്റിസ് അല്ലെ, സ്വെല്ലിംഗ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അടുത്തത് നോക്കി ലിസിസ്. ലിസിസ്, ലിസിസ് എന്താണ് അർത്ഥം? ഡിക്ലൈൻ അല്ലെങ്കിൽ ഡിസ്ഇന്റഗ്രേഷൻ ഓർ ഡിസ്ട്രക്ഷൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഡിക്ലൈൻ അല്ലെ, ഡിക്ലൈൻ എന്നുള്ള മീനിങ് ഉണ്ട്. ഡിസ്ഇന്റഗ്രേഷൻ, ഡിസ്ഇന്റഗ്രേഷൻ ഓർ ഡിസ്ട്രക്ഷൻ അല്ലെ, ലിസിസ് എന്നുള്ള മീനിങ് കേട്ടോ. അടുത്തതാണ് മെഗാലി. മെഗാലി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പാൻഷൻ ഓഫ്, അല്ലെങ്കിൽ മെഗാ എന്ന് പറയുന്നത് എന്താ? ഹ്യൂജ്, ലാർജ്. മെഗാലി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലുപ്പമുള്ള, എക്സ്പാൻഡ് വൈഡ് ആയത് എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലെ. എക്സ്പാൻഷൻ ഓഫ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അത് തന്നെ കറക്റ്റ് ആണ് കേട്ടോ. അക്രോമെഗാലി അല്ലെ, നമ്മൾ പറഞ്ഞില്ലേ അക്രോമെഗാലി എന്ന് വെച്ചാൽ ഈ ഒരു സൊമാറ്റോട്രോപിക് ഹോർമോണിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നത്. ഭീമാകാരത്വം എന്നൊക്കെ പറയില്ലേ. ഓക്കെ, അപ്പൊ ശരീരം ഭയങ്കരമായിട്ട് വലുതാകുന്ന ഒരു അവസ്ഥയാണ് അല്ലെ, അതിനെ പറയും അക്രോമെഗാലി. അതുപോലെ ഹെപ്പാറ്റോമെഗാലി, അതായത് നമ്മുടെ ലിവറിനൊക്കെ വരുന്ന വീക്കം, ഈ ഫാറ്റി ലിവർ ഒക്കെ വരുമ്പോ ഫാറ്റ് കഴിച്ചുകൂടി ലിവർ സാധാരണത്തെക്കാളും വലിപ്പം വെക്കും അല്ലെ. ഹെപ്പാറ്റോമെഗാലി എന്നൊക്കെയാണ് എനിക്ക് അറിയാം കേട്ടോ. ഓക്കെ, അടുത്തത് ഓളജി ആണ് കേട്ടോ. ഓളജി എന്താണ്? സ്റ്റഡി ഓഫ് അല്ലെങ്കിൽ സയൻസ് ഓഫ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബയോളജി അല്ലെ, സയൻസ് ഓഫ് ലൈഫ് അല്ലെ, സുവോളജി അല്ലെ, പിന്നെന്താണ്? മൈക്രോബയോളജി അല്ലെ, നെഫ്രോളജി, കാർഡിയോളജി, പൾമണോളജി ഇതൊക്കെ അർത്ഥം സയൻസ് ഓഫ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓമ, OMA, ഓമ എന്താണ്? ട്യൂമർ എന്നുള്ള അർത്ഥമാണ്. ട്യൂമർ കേട്ടോ. കാർസിനോമ, മെലനോമ അല്ലെ, കാർസിനോമ ക്യാൻസർ ആയിട്ടുള്ളത്, ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമർ. മെലനോമ, മെലനോമ അതും ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ തന്നെയാണ്. ട്യൂമർ ഓക്കെ, അത് ക്യാൻസറസ് ആയിരിക്കും. അപ്പൊ ഓമ ട്യൂമർ കേട്ടോ. അടുത്തതാണ് ഓസിസ്.
ഓസിസ് എന്താണ്? റിലേറ്റിംഗ് ടു എ ഡിസീസ് പ്രോസസ് കേട്ടോ. റിലേറ്റിംഗ് ടു എ ഡിസീസ് പ്രോസസ്. നമ്മളൊരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് കേട്ടോ ഓസിസ് കേട്ടോ. നോക്കിയേ, ട്യൂബർകുലോസിസ്, ട്യൂബർകുലോസിസ് അല്ലെ, ട്യൂബർകുലോസിസ് ക്ഷയരോഗം, എന്തെങ്കിലും ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ് ഓസിസ് എന്ന് പറയുന്നത് കേട്ടോ. റിലേറ്റിംഗ് ടു എ ഡിസീസ് പ്രോസസ്. ബ്രാക്കറ്റിൽ ആൾസോ സിസ്, ഓസിസ് ആവാം സിസും അതേ അർത്ഥം തന്നെയാണ് കേട്ടോ. ഓസിസ് എന്ന് പറഞ്ഞാലും സിസ് എന്ന് പറഞ്ഞാലും റിലേറ്റിംഗ് ടു എ ഡിസീസ് പ്രോസസ് ആണ് കേട്ടോ. അടുത്തതാണ് ഓസ്റ്റോമി. ഇതാണ് ഓസ്റ്റോമി. ഓസ്റ്റോമി എന്ന് പറഞ്ഞാല് സർജിക്കൽ ക്രിയേഷൻ ഓഫ് എൻ ഓപ്പണിംഗ് ഓർ ഹോൾ എന്നർത്ഥം കേട്ടോ. സർജിക്കൽ ക്രിയേഷൻ ഓഫ് എൻ ഓപ്പണിംഗ് ഓർ ഹോൾ. നമ്മളൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു സുഷിരം, ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നത് സർജറിയിലൂടെ കേട്ടോ. കറക്റ്റ് ആണ് കേട്ടോ. കീ ഹോൾ സർജറി. തന്നെ ട്രക്കിയോസ്റ്റമി എന്നൊക്കെ പറയും. ട്രക്കിയോസ്റ്റമി, ട്രക്കിയ, നമ്മുടെ വിൻഡ് പൈപ്പ് ഉണ്ടല്ലോ നമ്മുടെ ത്രോട്ടിന്റെ കഴുത്തിന് താഴെയായിട്ട് നമ്മുടെ നേരിട്ട് എയർവേ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ത്രോട്ടിൽ ചെറിയൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ ഡയറക്റ്റ് എയർവേ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ ട്രക്കിയോസ്റ്റമി എന്നാണ് പറയുക. ഓസ്റ്റമി, ഓസ്റ്റമി സർജിക്കൽ ക്രിയേഷൻ ഓഫ് എൻ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഹോൾ എന്നർത്ഥം കേട്ടോ. അടുത്തത് ഓട്ടോമി. ഓക്കെ, ഓട്ടോമി എന്ന് പറഞ്ഞാൽ സർജിക്കൽ ഇൻസിഷൻ തന്നെയാണ്. ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് തന്നെയാണ് കേട്ടോ, ഒരു മുറിവ് ഉണ്ടാക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓസ്റ്റോമി, ഓക്കെ, ഓസ്റ്റോമി അല്ല സോറി, ഓട്ടോമി കേട്ടോ. ഓട്ടോമി, ഓക്കെ. ഓസ്റ്റോമി എന്ന് പറഞ്ഞാൽ അറിയാലോ സർജിക്കൽ ക്രിയേഷൻ ഓഫ് എൻ ഓപ്പണിംഗ്. അടുത്തതാണ് ഓട്ടോമി. ഓട്ടോമി പറഞ്ഞു സർജിക്കൽ ഇൻസിഷൻ ആണ്. അടുത്തത് പത്തി. പത്തി, PATHY, പത്തി മീൻസ് ഡിസീസ് ഓർ എ സിസ്റ്റം ഫോർ ട്രീറ്റിംഗ് ഡിസീസ് അല്ലെ. സിസ്റ്റം ഓഫ് നമ്മൾ പറയില്ലേ നാച്ചുറോപ്പതി, ഹോമിയോപ്പതി, അലോപ്പതി അല്ലെ, അലോപ്പതി അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല. പത്തി മീൻസ് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അല്ലെങ്കിൽ എന്താണ് ഡിസീസ്. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. അടുത്തത് ഫണ്ടമെന്റൽ ലൈൻ ഓഫ് ഡിസീസ് അല്ലെങ്കിൽ സിസ്റ്റം ഫോർ ട്രീറ്റിംഗ് ഡിസീസ്. സിസ്റ്റം ഓഫ് മെഡിസിൻ ഒക്കെ നമ്മൾ അറിയാണല്ലോ, നാച്ചുറോപ്പതി, ഹോമിയോപ്പതി അങ്ങനെയൊക്കെ നോക്കുക, അലോപ്പതി അല്ലെ. ഓക്കെ, അടുത്തത് ഫാഗിയ. ഫാഗിയ മീൻസ് റിലേറ്റിംഗ് ടു ഈറ്റിംഗ് ഓർ സ്വാലോയിങ്. റിലേറ്റിംഗ് ടു ഈറ്റിംഗ് ഓർ സ്വാലോയിങ്, നമ്മൾ വിഴുങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ ഫാഗോ പഠിച്ചില്ലേ, ഫാഗോ, അതും റിലേറ്റിംഗ് ടു ഈറ്റ് അല്ലേ. അതുപോലെ ഫാഗിയ എന്ന് പറഞ്ഞാലും റിലേറ്റിംഗ് ടു ഈറ്റിംഗ് അല്ലെങ്കിൽ സ്വാലോയിങ്, വിഴുങ്ങുന്നത്, തിന്നുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഫാസിയ, ഓക്കെ, ഫാസിയ മീൻസ് റിലേറ്റിംഗ് ടു സ്പീച്ച് ആണ് കേട്ടോ, സംസാരവുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് കേട്ടോ. ഫോബിയ, ഫോബിയ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പേടിയാണ്, പേടിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. റിലേറ്റീവ് അതന്നെ സുരേഷ് പറഞ്ഞിട്ട് ഹൈഡ്രോഫോബിയ, വെള്ളത്തിനോടുള്ള പേടി അല്ലെ. പലർക്കും അതുപോലെ പല നമ്മള് എന്താ പറയാ ഹൈഡ്രോഫോബിയ അപസ്മാരമൊക്കെ ഉണ്ടാകുന്ന ആളുകൾക്ക്, എപ്പിലെപ്സി പോലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് നമ്മൾ ഹൈഡ്രോഫോബിയ ഉണ്ടെന്ന് പറയും. വെള്ളം കണ്ടാൽ നമുക്ക് പേടിയാണ്, ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഫോബിയ എന്ന് പറയുന്നത് എന്താണ് ഓക്കെ പേടി അതൊക്കെ ഉണ്ട്. അപ്പൊ ഫോബിയ മീൻസ് റിലേറ്റിംഗ് ടു എ ഇറാഷണൽ ഫിയർ ആണ് കേട്ടോ, അകാരണമായിട്ടുള്ള ഭയം എന്നുള്ള അർത്ഥമാണ് കേട്ടോ ഫോബിയ. ഓക്കെ, ഓർക്കാലോ. അടുത്തതാണ് പ്ലാസ്റ്റി കേട്ടോ. പ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് സർജറിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ പഠിച്ചില്ലേ കെരാറ്റോപ്ലാസ്റ്റി, കെരാറ്റോപ്ലാസ്റ്റി, ബ്ലിഫാരോപ്ലാസ്റ്റി. പ്ലാസ്റ്റി എന്ന വാക്ക് അവസാനം വരുമ്പോൾ എന്താ, പ്ലാസ്റ്റിക് സർജറി നമ്മൾ പഠിച്ചതാണ്. ബ്ലിഫാരോപ്ലാസ്റ്റി പഠിച്ചില്ലേ, എന്താ പ്രിഫിക്സിൽ പറഞ്ഞിരുന്നു, ബ്ലിഫാറോ, ബ്ലിഫാരോപ്ലാസ്റ്റി. നമ്മുടെ കൺപോളയുമായിട്ട് തൂങ്ങിക്കിടക്കുന്ന കൺപോള ഉയർത്തുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു പ്ലാസ്റ്റിക് സർജറിയാണ് കെരാറ്റോപ്ലാസ്റ്റി എന്നൊക്കെ നമ്മൾ പറയും. പ്ലാസ്റ്റിക് സർജറിയാണ്. അടുത്തത് ഫ്ലെജിയ. ഫ്ലെജിയ എന്ന് പറഞ്ഞാൽ പാരാലിസിസ് എന്നർത്ഥം കേട്ടോ. പാരാലിസിസ് വെച്ച് എന്താ, തളർന്നു പോവുക കേട്ടോ.
പാരലൈസ് ചെയ്യാന്ന് പറയില്ലേ, തളർന്നു പോകുക കേട്ടോ. പ്ലെജിയ, പാരാലിസിസ് എന്നാണ് കേട്ടോ. അടുത്തതാണ് ഇപ്പൊ നമ്മൾ ഹെമിപ്ലെജിയ എന്നൊക്കെ പറയും. ഹെമിപ്ലെജിയ എന്ന് വെച്ചാൽ പാരാലിസിസ് ഓഫ് വൺ സൈഡ് ഓഫ് ദ ബോഡി ആണ് കേട്ടോ. ഹെമി എന്ന് പറയുമ്പോൾ പകുതിയാണല്ലോ. ഹെമിപ്ലെജിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരാലിസിസ് ഓഫ് വൺ സൈഡ് ഓഫ് ദ ബോഡിയാണ്. ബോഡിയുടെ ഒരു സൈഡ് പാരലൈസ് ഒക്കെ ചെയ്തു പോകുന്ന അവസ്ഥയാണ് കേട്ടോ. പിനിയ, പിനിയ എന്നാണ് കേട്ടോ. പി അങ്ങനെ ഉച്ചരിക്കില്ല എങ്കിലും പിനിയ. പിനിയ മീൻസ് റിലേറ്റിംഗ് ടു ബ്രീത്തിങ് ആണ് കേട്ടോ. ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് കേട്ടോ. ഡിസ്പീനിയ എന്നൊക്കെ പറയും. ഡിസ്പീനിയ എന്ന് പറഞ്ഞാല് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ പിനിയ മീൻസ് എന്തായാലും പിനിയ കേട്ടോ, അത് ഓർക്കാം. അത് റിലേറ്റിംഗ് ടു ബ്രീത്തിങ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി വരും, ഈ വാക്ക് വീണ്ടും വരും, അപ്പൊ ഇനി നമ്മൾ മറക്കരുത്. പിനിയ മീൻസ് റിലേറ്റിംഗ് ടു ബ്രീത്തിങ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് ടോക്സിസ്. ടോക്സിസ് മീൻസ് ഗ്രൂപ്പിംഗ് എന്നർത്ഥം. തൂങ്ങിക്കിടക്കുന്ന എന്നൊക്കെയുള്ള അർത്ഥമാണ് ടോക്സിസ്. തൂങ്ങിക്കിടക്കുന്ന. ബ്ലിഫാറോപ്റ്റിസ് നമുക്ക് പറയും. ബ്ലിഫാറോപ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൺപോള് തൂങ്ങിക്കിടക്കുന്ന ആ ഒരു അവസ്ഥേനേക്കാണ് ഡ്രൂപ്പിംഗ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. തൂങ്ങിക്കിടക്കുന്ന, ഡൗൺവേർഡ് മൂവ്മെന്റ് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. ഡ്രൂപ്പിംഗ് മീൻസ് തൂങ്ങിക്കിടക്കുക കേട്ടോ. റേജ്, റേജ്, ഹെമറേജ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഹെമറേജ്. റേജ് മീൻസ് അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓർ ഡിസ്ചാർജ് എന്നർത്ഥം കേട്ടോ. അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓർ ഡിസ്ചാർജ് കേട്ടോ. അതായത് അൺയൂഷ്വൽ ആയിട്ട്, അബ്നോർമൽ ആയിട്ട്, എക്സസീവ് ആയിട്ടുണ്ടാകുന്ന ഫ്ലോ അല്ലെങ്കിൽ ഒഴുക്ക്. ഹെമറേജ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ആ ബ്ലഡ് ഇങ്ങനെ ബ്ലഡ് വെസൽ പൊട്ടിപ്പോകുന്നത്. അപ്പൊ എക്സസീവ് ആയിട്ടുള്ളൊരു ബ്ലഡ് ഫ്ലോ, ബ്ലഡ് ഡിസ്ചാർജ്, ആ ഒരു ഫ്ലോ വരുന്ന അവസ്ഥയൊക്കെയാണ് കേട്ടോ. രാജ്യ അതെന്നെ അർത്ഥം. അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓർ ഡിസ്ചാർജ് എന്നുള്ള മീനിങ് കേട്ടോ. റേജ്, ഹെമറാജിയ എന്നൊക്കെ നമ്മൾ പറയില്ലേ, രാജിയ. അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓർ ഡിസ്ചാർജ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഓക്കെ ആണോ? മാർക്ക് ചെയ്ത നമ്പേഴ്സ് ഒന്നുകൂടെ പറയണോ? 10, 11, 12, 15, അതുപോലെ തന്നെ 23, 24, 25, 27. ഓക്കെ, ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടോ? ഇതിങ്ങനെ കേൾക്കുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല. അതാണ് എല്ലാവരും ഇല്ലാതിരിക്കണേ. എന്ത് ബോറടിയാണെന്ന് അല്ലേ? എനിക്ക് ഭയങ്കര ബോറടി തോന്നുന്നു. നിങ്ങൾ ആരും ഒന്നും ഇടുന്നില്ല, എനിക്ക് ഭയങ്കര ബോറടി തോന്നുന്നു. ഓക്കെ, അടുത്ത ഭാഗത്തോട്ട് നോക്കാം നമുക്ക്. അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് 30 തൊട്ട് 37 വരെയാണ് കേട്ടോ. സഫിക്സോടുകൂടി അവസാനിക്കാണ്. 30 to 37 വരെയാണ്. മാർക്ക് ചെയ്യുന്ന നമ്പേഴ്സ് നോക്കി വെച്ചോട്ടോ. ഏതൊക്കെയാണ്? 32, 32 കേട്ടോ. 32 മാർക്ക് ചെയ്തോളൂ. 33, 33 മാർക്ക് ചെയ്യാം കേട്ടോ. 32, 33, 36 കേട്ടോ. 36 മാർക്ക് ചെയ്തു. 32, 33, 36 കേട്ടോ. ഓക്കെ, വായിക്കാം നമുക്ക്. ബോറടിക്കാത്ത എന്തെങ്കിലും പറയണോ കേട്ടോ. 5 മിനിറ്റ് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. ഓക്കെ, എന്നിട്ട് ക്ലാസ് എടുക്കാം കേട്ടോ. എന്നെ ഭയങ്കരമായിട്ട് ബോറടിപ്പിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. നോക്കാം. അടുത്തത് കേട്ടോ, രാത്രി. രാത്രി മീൻസ് സ്വിച്ചർ ഓഫ്, റിപ്പയർ ഓഫ് എന്നൊക്കെയുള്ള അർത്ഥം കേട്ടോ. സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? തുന്നലാണ് കേട്ടോ. തുന്നൽ നമ്മൾ സ്റ്റിച്ച് ഒക്കെ ചെയ്യില്ലേ, അതിനെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, രാത്രി. ഓക്കെ, സ്വിച്ചർ ഓഫ്, റിപ്പയർ ഓഫ് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. അടുത്തത് റിയ. ഡയേറിയ എന്ന് കേട്ടിട്ടില്ലേ? ഡയേറിയ. റിയ മീൻസ് എന്താണ്? ഫ്ലോ ഓർ ഡിസ്ചാർജ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഫ്ലോ, ഒഴുക്ക്, അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. ഡയേറിയ നമുക്കറിയില്ലോ, നമുക്ക് വയറിന് വേദന വരും അല്ലെ, വയറിളക്കം വരുന്ന അവസ്ഥേനൊക്കെ നമ്മൾ ഡയേറിയ എന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്ലോ ഓർ ഡിസ്ചാർജ് എന്നർത്ഥം. അടുത്തത് സ്കോപ്പ്. സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കൽ ടേമില് ഡിവൈസ് ഫോർ എക്സാമിനേഷൻ. എൻഡോസ്കോപ്പ് അല്ലെ, എൻഡോസ്കോപ്പ് ആ ഉപകരണത്തിന് പറയുന്ന പേരാണ് അല്ലെ. ബ്രോങ്കോസ്കോപ്പ് ആ ഉപകരണത്തിന് പറയുന്നതാണ് അല്ലെ. സോ ഡിവൈസ് ഫോർ എക്സാമിനേഷൻ അല്ലെ, നമ്മൾ ആ ഒരു പരിശോധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. എൻഡോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പ് ഒക്കെ ഓർത്താൽ മതി. അടുത്തത് സ്കോപ്പി. സ്കോപ്പി എന്ന് പറയുമ്പോൾ പ്രൊസീജിയർ ആണ് കേട്ടോ. എക്സാമിനേഷൻ വിത്ത് എ ഡിവൈസ്. നമ്മൾ ആ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന എക്സാമിനേഷൻ, പരിശോധന, പ്രൊസീജിയറിനെയാണ് നമ്മൾ സ്കോപ്പി എന്ന് പറയുന്നത്.
എൻഡോസ്കോപ്പ് എന്ന് കേട്ടാൽ അത് ഉപകരണമാണ്. ഓക്കെ, ഡിവൈസ് ആണ്. എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എൻഡോസ്കോപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആ പ്രൊസീജിയർ എക്സാമിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സ്കോപ്പും സ്കോപ്പിയും മനസ്സിലാക്കിയില്ല കേട്ടോ. സിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മറ്റേ ഇവിടെ പറഞ്ഞില്ല ഓസിസ് അല്ലെ. ഓസിസ് പറഞ്ഞിട്ട് എന്താ, റിലേറ്റിംഗ് ടു ഡിസീസ് പ്രോസസ് അല്ലെ എന്ന് പറഞ്ഞ അതേ മീനിങ് തന്നെയാണ് സിസിനും വരുന്നത്. അതാണ് അവർ ബ്രാക്കറ്റില് ഇങ്ങനെ കൊടുത്തത്. ഏതാണ്, സി ആൾസോ സിക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സിക്സിന്റെ മീനിങ് സെയിം ആണ് കേട്ടോ. എ പ്രോസസ് അല്ലെങ്കിൽ ആക്ഷൻ ഓർ കണ്ടീഷൻ, ഡയാലിസിസ് എന്ന് പറയുന്നത് പ്രോസസ് ആണ്, പ്രോസസ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ബ്ലഡ് അല്ലെ. സോ പ്രോസസ് അല്ലെങ്കിൽ ആക്ഷൻ ഓർ കണ്ടീഷൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അടുത്തതാണ് ടാക്സിസ്. ടാക്സിസ് മീൻസ് എന്താണ്, ഓർഡർ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ടാക്സിസ് എന്താണ്, ഓർഡർ, ഓർഡർ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ട്രോഫിക്, ട്രോഫിക് എന്താണ്, ട്രോഫിക് റിലേറ്റിംഗ് ടു ന്യൂട്രീഷൻ. നമ്മള് നമ്മുടെ എന്താ പറയാ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഓട്ടോട്രോഫിക്, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടായിരിക്കും. ടെക്സ്റ്റ് ബുക്ക് നോക്കി കാണാൻ പറ്റും. അവരുടെ ഫിഫ്തിലോ സിക്സ്തിലോ ഒക്കെ കാണുമായിരിക്കും. നമ്മുടെ ഫുഡ് ചെയിൻ ഒക്കെ പഠിപ്പിക്കുമ്പോ ഓട്ടോട്രോഫിക് പഠിച്ചിട്ടില്ലേ, അതായത് പോഷക തലങ്ങൾ പഠിക്കുന്നുണ്ട് അവര് അല്ലെ. അപ്പൊ ഓട്ടോട്രോഫിക് എന്നാണ് പറയുന്നത്. ട്രോഫിക് കണക്ട് ചെയ്ത് റിലേറ്റിംഗ് ടു ന്യൂട്രീഷൻ, മലയാളത്തിൽ പോഷക തലങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കേട്ടോ. ട്രോഫിക് റിലേറ്റിംഗ് ടു ന്യൂട്രീഷൻ ആണ്. അടുത്തത് യൂറിയ. യൂറിയ എന്തായിരിക്കും, പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. റിലേറ്റിംഗ് ടു എ സബ്സ്റ്റൻസ് ഇൻ ദ യൂറിൻ ഓർ ദ കണ്ടീഷൻ സോ ഇൻഡിക്കേറ്റഡ്. യൂറിനിലുള്ള ഏതെങ്കിലും സബ്സ്റ്റൻസിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു കണ്ടീഷന് നമ്മൾ പൊതുവെ യൂറിയ എന്നാണ് പറയാം. ആൽബുമിനൂറിയ. ആൽബുമിനൂറിയ എന്ന് പറഞ്ഞാൽ ടു മച്ച് ആൽബുമിൻ ഇൻ ദ യൂറിയ എന്ന് അർത്ഥമാണ് കേട്ടോ. ആൽബുമിനൂറിയ, ആൽബുമിന്റെ പ്രസൻസ് ഓഫ് ആൽബുമിൻ ഇൻ ദ യൂറിൻ അല്ലെ. ഓക്കെ, യൂറിയ മീൻസ് റിലേറ്റിംഗ് ടു എ സബ്സ്റ്റൻസ് in the urine or the condition so indicated. Okay, ഇതോട് കൂടിയിട്ട് നമ്മുടെ സഫിക്സും അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. സഫിക്സ് അവസാനിക്കുകയാണ്. 37 എണ്ണമാണ് നമുക്ക് പഠിക്കാനുണ്ടായത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം കേട്ടോ. കോമൺ റൂട്ട് വേർഡിലോട്ട് പോവാം. ഓക്കെ, കോമൺ റൂട്ട് വേർഡ് കോമൺ റൂട്ട് വേർഡ്സ്. റൂട്ട് വേർഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചത് ഇസ് ചീഫ് പാർട്ട് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടെർമിനെയാണ് നമ്മൾ കോമൺ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. റൂട്ട് വേർഡെന്നോ വേർഡ് റൂട്ടെന്നോ അങ്ങനെയൊക്കെ നമുക്ക് പറയാം കേട്ടോ. അതെന്താന്ന് പഠിച്ചത് നമ്മള് ഫണ്ടമെന്റൽ പാർട്ട്, ചീഫ് പാർട്ട്, എസെൻഷ്യൽ പാർട്ട് എന്നൊക്കെ പറയുന്നത് റൂട്ട് വേർഡ് ആണ്. റൂട്ട് വേർഡ് പൊതുവെ എന്തിനെ സൂചിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞത്, ഏതെങ്കിലും ഒരു ബോഡി ഓർഗനെ ആയിരിക്കാം അല്ലെ, അല്ലെങ്കിൽ ഒരു ബോഡി കണ്ടീഷനെയൊക്കെയാണ് പൊതുവെ നമ്മൾ റൂട്ട് വേർഡ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനത്തെ കുറച്ച് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അതിന്റെ റൂട്ട് വേർഡും അതിന്റെ മീനിങ്ങും ആണ്. അപ്പൊ ആദ്യം ഈ പേജില് നമുക്ക് 1 തൊട്ട് 10 വരെയാണ് വരുന്നത് കേട്ടോ. കോമൺ റൂട്ട് വേർഡ്സ് ഫസ്റ്റ് പേജ് എടുക്കാം. 1 to 10 ആണ്. മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് 5 മാർക്ക് ചെയ്യാം കേട്ടോ. 5 മാർക്ക് ചെയ്തു 5. 7 മാർക്ക് ചെയ്യാം കേട്ടോ. 7 മാർക്ക് ചെയ്യാം. 7, 8, 9, 10. ഓക്കെ, എന്നോട് പറയാം. 5, 7, 8, 9, 10. ഇത്രയും മാർക്ക് ചെയ്യാം കേട്ടോ. 5, 7, 8, 9, 10. ഓക്കെ, then നമുക്ക് വായിക്കാം. ആദ്യത്തെ നോക്കാം. എക്കൗ. എക്കൗസ്റ്റിക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? തിയേറ്ററിലൊക്കെ പോകും നമ്മൾ എക്കൗസ്റ്റിക്സ്. എക്കൗ മീൻസ് വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹിയർ ആണ് അല്ലെ, കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എക്കൗസ്റ്റിക്സ്, എക്കൗ എന്നൊക്കെ കേൾക്കുമ്പോൾ ഹിയർ ആണത്. ഓക്കെ, ഹിയർ ആണ് കേട്ടോ, കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അഡിപ്പ് മീൻസ് ഫാറ്റ്. അഡിപ്പോസ് ടിഷ്യൂസ് എന്ന് അതെ കറക്റ്റ് ആണ് സുരേഷ്. ആഡിപ്പോസ് ടിഷ്യൂ. ആഡിപ്പോസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇറ്റ്സ് കണക്റ്റീവ് ടിഷ്യൂ ആണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ഫാറ്റ്, അതായത് ആഡിപ്പോസ് ടിഷ്യൂ എന്നാണ് പറയുന്നത്. ഫാറ്റ് കണ്ടന്റ് ഉള്ള, ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂസ് ആണ് കേട്ടോ. ആഡിപ്പോസ് ടിഷ്യൂ എന്നാണ് പൊതുവെ പറയുന്നത്. ഫാറ്റ് ആണ്, അഡിപ്പ് എന്ന് കേട്ടാൽ ഫാറ്റ് ആണ് കേട്ടോ. ആൽബ്. ആൽബ് വൈറ്റ് എന്നർത്ഥം കേട്ടോ. വൈറ്റ് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. ആൽബിനിസം നമ്മള് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിട്ട് ഡെർമറ്റോളജി പഠിച്ചിരുന്നു.
ആൽബിനിസം, വെള്ളപ്പാണ്ടൻ നമ്മൾ പറഞ്ഞത്. ആൽബ് എന്ന് പറയുമ്പോൾ വൈറ്റ് എന്ന് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ, വൈറ്റ്. അടുത്തത് ആൽജസ്, അനാൾജസിക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അനാൾജസിക് പെയിൻ കില്ലർ, അതിനിടയിൽ വരുന്ന വാക്കാത് ആൽജസ്, അനാൾജസിക് എന്നൊക്കെ പറയുന്ന പെയിൻ കില്ലർ ആണ് അല്ലെ, പെയിൻ ആണ് കേട്ടോ. ഓക്കെ, ആൻഡ്രർ എന്ന് പറയുമ്പോൾ ആൻഡ്രോജൻ ഓർത്താൽ മതി കേട്ടോ. ആൻഡ്രോജൻ, ആൻഡ്രോളജി നമ്മൾ പഠിച്ച ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, മെയിൽ ആണ് അല്ലെ, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയല്ലേ നമ്മൾ ആൻഡ്രോളജി എന്ന് നമ്മൾ പഠിച്ചല്ലോ. ആൻഡ്രോജൻ മെയിൽ എന്താ പറയാ ഹോർമോൺ ആണ് അല്ലെ. സോ ആൻഡ്രർ എന്ന് പറയുന്നത് മെയിൽ ആണ് കേട്ടോ, മെയിൽ. ഓക്കെ, അയോർട്ട, അയോർട്ട എന്താണെന്ന് അറിയാമോ? ലാർജ് ആർട്ടറി എക്സൈറ്റിംഗ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓഫ് ദ ഹാർട്ട്, മഹാധമനി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അയോർട്ട അതാണ്, അവിടെ നിന്നാണ് മഹാധമനി എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഇറ്റ് ഇസ് എ ലാർജ് ആർട്ടറി ആണ്, ഏറ്റവും വലിയ ധമനിയാണ് കേട്ടോ. അയോർട്ട എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ധമനിയാണ്. എക്സൈറ്റിംഗ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓഫ് ദ ഹാർട്ട് കേട്ടോ. നമ്മുടെ ഹാർട്ടിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിന് 4 അറകളുണ്ട്. മുകളിലത്തെ അറകളെ നമ്മള് ഏട്രിയം, ഓറിക്കിൾസ് എന്നാണ് പറയാ. താഴത്തെ അറകളെ വെൻട്രിക്കിൾസ് എന്നാണ് പറയാ കേട്ടോ. അപ്പൊ ആ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ധമനിയാണ് അയോർട്ട എന്ന് പറയുന്നത്, മഹാധമനി എന്ന് പറയും കേട്ടോ. അവിടെ നിന്നാണ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബ്ലഡും മറ്റൊക്കെ ഈ ഒരു ധമനിയിലൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ. സോ ലാർജ് ആർട്ടറി എക്സൈറ്റിംഗ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓഫ് ദ ഹാർട്ട് ആണ് കേട്ടോ, അയോർട്ട, മഹാധമനി എന്ന് കേട്ടോ. അക്വ എല്ലാവർക്കും അറിയാം, വാട്ടർ, അക്വാമാൻ എന്നൊക്കെ നമ്മൾ പറയും. അക്വ, ഓക്കെ, അക്വേറിയം അല്ലെ, വാട്ടർ ആണ് കേട്ടോ. ആസ്ഫിക്സിയ, ആസ്ഫിക്സിയ എന്താണെന്നറിയോ? ലാക്ക് ഓഫ് ഓക്സിജൻ ഓർ എക്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ബോഡി ദാറ്റ് റിസൾട്ട്സ് ഇൻ അൺകോൺഷ്യസ്നെസ് കേട്ടോ. അതായത് നമ്മുടെ ലാക്ക് ഓഫ് ഓക്സിജൻ, ഓക്സിജന്റെ അളവ് ഭയങ്കരമായിട്ട് താഴ്ന്നു പോവുക അല്ലെ. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ എക്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ബോഡി, നമ്മുടെ ശരീരത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കാം എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ അളവ് അവിടെ താഴ്ന്നു പോവുക. റിസൾട്ടിങ് എന്തായിരിക്കും? അൺകോൺഷ്യസ്നെസ് ആയിരിക്കും അല്ലെ, ബോധമില്ലാത്ത അവസ്ഥ അല്ലെ, അബോധാവസ്ഥയിലാകുന്ന ഒരു അവസ്ഥ. നമ്മൾ പൊതുവെ ആസ്ഫിക്സിയ എന്നാണ് പറയാം. ആസ്ഫിക്സിയ എന്ന് പറയുമ്പോൾ അൺകോൺഷ്യസ് ആണ്. കാര്യം എന്താണ്? ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഓക്സിജൻ, ഓക്സിജന്റെ അളവ് കുറയുന്നത് മൂലം അബോധാവസ്ഥയിലാകുന്ന ഒരു സാഹചര്യം കേട്ടോ. എസ്റ്റൻ, എസ്റ്റൻ മീൻസ് വീക്ക് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, എസ്റ്റൻ മീൻസ് വീക്ക് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, ഓഡി, ഓഡി അറിയാലോ, ഓഡിബിൾ എന്നൊക്കെ പറയുന്നത് എന്താ? ടു ഹിയർ എന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പൊ അക്കൗണ്ട് എന്ന് കേൾക്കുമ്പോഴും ഹിയർ ആണ്. ഓഡി, ഓഡിബിൾ, ഓഡി എന്നൊക്കെ പറയുമ്പോൾ ഹിയർ ആണ് കേട്ടോ, ടു ഹിയർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. ഓക്കെ അല്ലെ. 5, 7, 8, 9, 10 ഇത്രയും മാർക്ക് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് പേജിലോട്ട് പോകാം, അടുത്ത പേജിലോട്ട് പോകാം കേട്ടോ. അടുത്തത് കോമൺ റൂട്ട് വേർഡ്സിന്റെ 11 തൊട്ടാണ്, 11 തൊട്ട് 29 വരെയാണ് ആ ഒരു പേജ് തന്നിട്ടുണ്ട് കേട്ടോ. 11 തൊട്ട് 29 മാർക്ക് ചെയ്യുന്ന നമ്പേഴ്സ് 11 മാർക്ക് ചെയ്തോളൂ കേട്ടോ. 11 മാർക്ക് ചെയ്തോളൂ. 11, 15 15 മാർക്ക് ചെയ്യാം കേട്ടോ. 15, 17 17, 19 19, 23 23 മാർക്ക് ചെയ്യാം കേട്ടോ. 23, 27 27. ഓക്കെ, ഒന്നുകൂടെ പറയാം. 11, 15, 17, 19, 23, 27 മാർക്ക് ചെയ്തോ? ഒരു കാര്യം കൂടെ പറയാണ്, നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കാത്ത കുട്ടികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പില് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. മാർക്ക് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. എന്നിട്ട് വേണം എക്സാം എഴുതാനായിട്ട്. നമ്മൾ മാർക്ക് ചെയ്ത് തരുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. വായിക്കാം നമുക്ക്. ബ്രോങ്ക് കേട്ടോ, ഫസ്റ്റ് വാക്ക് ഇതാണ് ബ്രോങ്ക്. ബ്രോങ്ക് വിൻഡ് പൈപ്പ് കേട്ടോ, ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പലതവണ ചോദിച്ചിട്ടുണ്ട്. ഈ വിൻഡ് പൈപ്പ് എന്ന അർത്ഥം വരുന്ന എന്താ റൂട്ട് വേർഡ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ബ്രോങ്ക് നമ്മൾ പറയില്ലേ, ബ്രോങ്കൈറ്റിസ് എന്ന് പറയാറുണ്ട് അല്ലെ. ബ്രോങ്കൈറ്റിസ് നമ്മുടെ വിൻഡ് പൈപ്പ്, നമ്മുടെ ശ്വാസനാളത്തിലൊക്കെ വരുന്ന കഫം കെട്ടി കിടക്കുന്നത് പോലെ നമുക്ക് വരുന്ന ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടീനെയൊക്കെ നമ്മൾ പൊതുവെ ബ്രോങ്കൈറ്റിസ് എന്നാണ് പറയാ അല്ലെ. അപ്പൊ ബ്രോങ്ക് എന്ന് പറയുമ്പോൾ വിൻഡ് പൈപ്പ് കേട്ടോ. വിൻഡ് പൈപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ എയർവേ ആണ് കേട്ടോ, ശ്വാസനാളമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ക്, പക്ക് മീൻസ് ചിക്ക് എന്നർത്ഥം കേട്ടോ.
ചീക്ക് എന്ന അർത്ഥം കേട്ടോ. കവിൾ എന്നൊക്കെ പറയില്ലേ ആ അർത്ഥമാണ്. ബർസ മീൻസ് പൗച്ച് ഓർ സാക്ക് എന്നാണ് കേട്ടോ. എന്താണ് പൗച്ച് ഓർ സാക്ക്? ദാറ്റ് മീൻസ് സ്മോൾ സാക്ക്, സ്മോൾ പൗച്ച് ദാറ്റ് ഈസ് ഫിൽഡ് വിത്ത് സം ഫ്ലൂയിഡ്. എന്തെങ്കിലും ഫ്ലൂയിഡ്സ് ഒക്കെ നിറഞ്ഞിരിക്കുന്ന ആ ഒരു സാക്ക് അല്ലെങ്കിൽ ഒരു പൗച്ച് അതാണ് കേട്ടോ ബർസ. അടുത്തതാണ് കാലസ്. കാലസ് മീൻസ് ഹാർഡ് എന്ന അർത്ഥമുണ്ട്. തിക്ക് സ്കിന്ന്, കട്ടിയായിട്ടുള്ള സ്കിന്ന്. ആൾസോ എ മെഷ്വർക്ക് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഫോംസ് കേട്ടോ. നമ്മള് ഹാർഡ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള സ്കിൻ, തയമ്പ് എന്നൊക്കെ പറയില്ലേ, തയമ്പ്. നമ്മള് കൈകളിൽ നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും ജോലി നമ്മുടെ കൈപ്പറ്റി വെച്ച് ചെയ്യുന്നത് തൊട്ടാൽ അറിയാൻ പറ്റും അല്ലെ. നമ്മുടെ കൈയുടെ ഇവിടെ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു തിക്കായിട്ട്, ഇതിന് പറയുന്നത് നമ്മള് സ്ഥിരമായിട്ട് ബസ്സിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ബസ് കമ്പനി ഇങ്ങനെ പിടിച്ചു വെക്കുന്ന ആൾക്കാർ നേരെ കുറച്ച് ദിവസം നിന്നാൽ മതി നമ്മുടെ കൈയുടെ ഇവിടെ ചെറിയൊരു തയമ്പ് പോലെ വരും അല്ലെ. ഹാർഡ് തിക്ക് സ്കിൻ ഇല്ലേ, വരാറില്ലേ? തയമ്പല്ലേ പറയുന്നത്, നിങ്ങളുടെ നാട്ടിലെ ഹെൽത്തല്ലേ പറയുന്നത് അല്ലെ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയേ. ഓക്കെ, നിങ്ങളെ ബന്ധിക്കാൻ ഭയങ്കര പാടാണല്ലോ അല്ലെ, എന്തെങ്കിലും ഇണ്ടാതിരിക്കുന്നേ. ഓക്കെ, ആ സുരേഷന്റെ പുഷ്പണിക്കാരുടെ കൈകളിലുണ്ട്. ഓക്കെ, ശരിയാണ് കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. കാലസ് മീൻസ് ഹാർഡ് ആയിട്ടുള്ളത്, തിക്ക് സ്കിൻ കേട്ടോ. ഓക്കെ, ഔട്ട്സൈഡ് മെഷ്വർക്ക് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഫോംസ്. കാർസിൻ നമുക്കറിയാം ക്യാൻസർ ആണ് അല്ലെ. കാർസിനോജനിക്, ഓക്കെ അവിടെ കറക്റ്റ് ആണ്. കാർസിനോമ അല്ലെ, കാർസിനോജനിക് അല്ലെ, ക്യാൻസർ കോസിംഗ് ഏജൻസിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, കാർസിൻ മീൻസ് ക്യാൻസർ കേട്ടോ. കരോട്ടിൻ മീൻസ് ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക് ആണ് കേട്ടോ. നമ്മുടെ കഴുത്ത്, നെക്കിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന ഗ്രേറ്റ് ആർട്ടറീസ്, പ്രത്യേകിച്ച് ഈ ഭാഗമാണ്. ഈ ആർട്ടറി ഭയങ്കര മെയിൻ ആയിട്ടുള്ള ആർട്ടറിയാണ്. ഓക്കെ, കരോട്ടിഡ് ആർട്ടറീസ് ഓഫ് ദ നെക്ക്, കരോട്ടിഡ് എന്നാണ് പറയുക കേട്ടോ. കരോട്ടിഡ് കേട്ടോ, ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക്. നമ്മുടെ നെക്കിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന മെയിൻ ആയിട്ടുള്ള വെയിൻ ആണ് കേട്ടോ. മെയിൻ വെയിൻ ആണ് ആർട്ടറി, നമ്മുടെ ബ്രെയിനായിട്ട് കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടറിയാണ്. അവിടെ കട്ടായി കഴിഞ്ഞാൽ ആള് കട്ടിപ്പോകും. ഓക്കെ, നമ്മുടെ സിനിമയിൽ എന്താണ് താളവട്ടം സിനിമയിൽ കട്ടിയില്ലേ. ഓക്കെ, കരോട്ടിഡ് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക് ആണ്, നമ്മുടെ ബ്രെയിനായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഭാഗമാണ് കേട്ടോ. കാർപ്പസ് മീൻസ് റിസ്റ്റ് കേട്ടോ. റിസ്റ്റ് കൈത്തണ്ട എന്നുള്ള പറയില്ലേ. കാർപ്പൽ ടണൽ സിൻഡ്രം കേട്ടിട്ടുണ്ടോ? കാർപ്പൽ ടണൽ സിൻഡ്രം. ഓക്കെ, കാർപ്പസ് എന്ന് പറഞ്ഞാല് റിസ്റ്റ് ആണ്, കൈത്തണ്ടയാണ് കേട്ടോ. റിസ്റ്റ് കേട്ടോ, റിസ്റ്റ് എന്നുള്ള മീനിങ് ആണ്. അടുത്തതാണ് ഓക്കെ മെറ്റാകാർപ്പൽ. ഓക്കെ, അടുത്തത് സെന്റ് കേട്ടോ. സെന്റ് പിന്നെ അറിയാലോ, സെന്റ് മീൻസ് ഫ്രാക്ഷൻ ഇൻ ദ മെട്രിക് സിസ്റ്റം അല്ലെങ്കിൽ 100 or 100 കേട്ടോ. സെന്റ് കേട്ടോ, സെന്റ് സെന്റ് നമ്മൾ പറയാറുണ്ട്. ഫ്രാക്ഷൻ ഇൻ ദ മെട്രിക് സിസ്റ്റം 100 or 100 എന്നുള്ള മീനിങ് ആണ് കേട്ടോ. സെന്റി എന്ന് പറഞ്ഞാല് ടു പങ്ക്ചർ എന്നുള്ള അർത്ഥമാണ്. കുത്തുക, ടു പങ്ക്ചർ ബോഡി ക്യാവിറ്റി കേട്ടോ. പങ്ക്ചർ ബോഡി ക്യാവിറ്റി, ചെറിയൊരു സുഷിരം, പോർ, അതിനൊക്കെ നമ്മൾ സെന്റ് എന്നാണ്, സെന്റി എന്നാണ്. സീലി എന്താണ്? ഐലിഡ് ആണ് കേട്ടോ. ഐലിഡ് ആണ്. സീലിയറി പേശികൾ, കണ്ണുകളുമായിട്ട് ബന്ധപ്പെട്ട പേശികളാണ് കേട്ടോ. സീലിയറി പേശികൾ എന്നാണ് എന്ന് പറയാ കേട്ടോ. സീലി ഐലിഡ് ആണ്, ഐലിഡ് കേട്ടോ. ഓക്കെ, അടുത്തത് ക്ലെയ്ഡ് ഓയാണ് സാധാരണ നമ്മൾ ചേർക്കുന്ന മുമ്പ് കേട്ടോ. ക്ലാവിക്കിൾ എന്ന അർത്ഥമാണ് കേട്ടോ. ക്ലാവിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു ബ്രസ്റ്റ് ബോണും നമ്മുടെ ഷോൾഡറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എന്താ പറയാ ബോണാണ് കേട്ടോ. ഇറ്റ്സ് ദ ബേസ് ഓഫ് ദ നെക്ക് ബിറ്റ്വീൻ ദ ബ്രസ്റ്റ് ബോൺ ആൻഡ് ഷോൾഡർ ബ്ലേഡ്. നമ്മുടെ ഷോൾഡറും നമ്മുടെ ബ്രസ്റ്റ് ബോണും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു എല്ലിന്റെ ഭാഗം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മുടെ ബോണിന്റെ ഭാഗമാണ് ക്ലാവിക്കിൾ എന്നാണ് പറയുക. ക്ലാവിക്കിൾ. ഓക്കെ, ഷോൾഡറും നമ്മുടെ ബ്രസ്റ്റ് ബ്രസ്റ്റിന്റെ ഭാഗം, ചെസ്റ്റ് ബോൺ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ബോണിനെയാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ക്ലാവിക്കിൾ. ക്ലെയ്ഡ് ഓയാണ് സാധാരണ ചേർക്കുന്ന ബൊമ്മ കേട്ടോ. ക്യൂബിറ്റസ് മീൻസ് എൽബോ ആണ് കേട്ടോ, കൈമുട്ട്. ഓക്കെ സുരേഷ്, കറക്റ്റ്. ഓക്കെ, ക്യൂബിറ്റസ് മീൻസ് എൽബോ ആണ് കേട്ടോ. എൽബോ കൈമുട്ടാണ്. അടുത്തത് സൈക്കിൾ മീൻസ് സർക്കിൾ ഓർ സൈക്കിൾ അർത്ഥം കേട്ടോ. സർക്കിൾ ഓർ സൈക്കിൾ ആണ്. ഡിജിറ്റ് എന്ന് പറയുമ്പോൾ മീനിങ് ഫിംഗർ ഓർ ടോ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഫിംഗർ, വിരല്, ടോ, തള്ള വിരല് പറയില്ലേ, അതാണ് ഡിജിറ്റ് കേട്ടോ. എഡി മീൻസ് സ്വെല്ലിങ്, എഡിമ എന്നൊക്കെ പറയാറുണ്ട്. എഡി മീൻസ് സ്വെല്ലിംഗ് ആണ് കേട്ടോ. സ്വെല്ലിങ്, വീക്കം എന്നൊക്കെയുള്ള അർത്ഥമാണ്.
അടുത്തതാണ് എന്താണ് എസ്തേഷ്യോ, അനസ്തേഷ്യ. അനസ്തേഷ്യ എന്ന് പറയില്ലേ, അനസ്തേഷ്യോ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഇടയിൽ വരുന്ന ഒരു വാക്കാണ് അല്ലെ. എസ്തേഷ്യോ മീൻസ് റിലേറ്റഡ് ടു സെൻസേഷൻ ഓർ പെർസെപ്ഷൻ. ഓക്കെ, സെൻസേഷനുമായിട്ട് അനസ്തേഷ്യ കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ മരവിപ്പിക്കുകയാണ് അല്ലെ. അവിടുത്തെ സെൻസേഷന് നമ്മൾ കുറച്ച് സമയത്തേക്കെങ്കിലും ബ്ലോക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എസ്തേഷ്യോ റിലേറ്റഡ് ടു സെൻസേഷൻ ഓർ പെർസെപ്ഷൻ. ഓക്കെ, അടുത്തത് ഫെബർ. ഫെബർ മീൻസ് ഫീവർ എന്നാണ് കേട്ടോ, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫെബർ ഫീവർ എന്ന മീനിങ് വരുന്ന റൂട്ട് വേർഡ് ഏതാണ്? ഫെബർ, FEBR കേട്ടോ. ഫെബർ ഫീവർ എന്നർത്ഥം. ഫ്ലെക്സ്, ടെൻഡ്, ഫ്ലെക്സിബിൾ ആണെന്ന് പറയുന്നത് എന്താ? ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് നമുക്കത് ഓക്കെ ഫ്ലെക്സിബിൾ ആണ്, ബെൻഡ് ചെയ്യാനൊക്കെ പറ്റും, അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാം കേട്ടോ. ഫോറമൻ, ഫോറമൻ മീൻസ് ഓപ്പണിംഗ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓപ്പണിംഗ്, ഓപ്പണിംഗ് എന്നുള്ള മീനിങ് ആണ്. ഫ്ലെക്സ്, ഓക്കെ 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 ആണ് ഫോറമൻ. ഫോറമൻ ഓപ്പണിംഗ്, ഫ്ലെക്സ് ബെൻഡ്. ഫോറമൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാണ്, ഓപ്പണിംഗ് ആണ് കേട്ടോ. ഓപ്പണിംഗ്. ഓക്കെ, പിന്നെ ഇത്രയും മതി കേട്ടോ. 29 വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്പേഴ്സ് ഒന്നുകൂടെ പറയണം, നമ്പേഴ്സ് ഒന്നുകൂടെ പറയണം. ഇന്ന് നമ്മൾ പഠിപ്പിച്ച നമ്പേഴ്സുകൾ ജസ്റ്റ് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. നമ്മള് പ്രിഫിക്സ് പറഞ്ഞിരുന്നു. അപ്പൊ പ്രിഫിക്സിന്റെ നമ്മൾ ഇന്ന് പഠിപ്പിച്ചത് 91 തൊട്ടാണ് കേട്ടോ. സോ മാർക്ക് ചെയ്ത നമ്പേഴ്സ് ഇതൊക്കെയായിരുന്നു. പ്രിഫിക്സിന്റെ ആണ് പറയുന്നത് 92, 98, 104, 104, 105, 106 കേട്ടോ. ഓക്കെ, then 117, 117, 122, 125. ഇത്രയാണ് ഇന്ന് നമ്മൾ പറഞ്ഞ പ്രിഫിക്സ് കേട്ടോ. സഫിക്സ് തുടങ്ങിയത്, സഫിക്സ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. സഫിക്സിന് മാർക്ക് ചെയ്ത നമ്പേഴ്സ് 1, 4, 6, 8, 10, 11, 12, 13, 13 ഇല്ല കേട്ടോ, സോറി 13 ഇല്ല, 12, അത് കഴിഞ്ഞ് 15, 15 കേട്ടോ. 15, 23, 24, 25, 27, 32, 33, 36. ഇത്രയാണ് സഫിക്സ് പറഞ്ഞത് കേട്ടോ. കോമൺ റൂട്ട് വേർഡ്സ് നമ്മൾ പറഞ്ഞ നമ്പേഴ്സ് ഇതൊക്കെയായിരുന്നു. 5, 7, 8, 9, 10, 15, 17, 19, 23, 27. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇന്ന് അത്രേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഓക്കെ, എല്ലാവർക്കും നമ്പേഴ്സ് കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, താങ്ക് യു.